നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദത്തൻ എന്താ ഈ പറയുന്നേ? ഇതെന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് തോന്നുമ്പോ ദത്ത് തരാനും തിരിച്ചെടുക്കാനും ഞങ്ങൾ എന്താ നിങ്ങളെ കളിപ്പിള്ളകളാണോ? ചേച്ചി, ദയവ് എന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്തവസ്ഥ? അന്ന് ചേച്ചി കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ നിരത്തിയ മുഴുവൻ ന്യായങ്ങളും പഞ്ചപുച്ചടക്കി ഒന്നും മിണ്ടാതെ കേട്ടു നിന്നവനാ ഞാൻ. അന്നെന്റെ ഭാര്യയുടെ ഭ്രാന്തിന് കൂട്ടുനിൽക്കുകയാണല്ലോ എന്നൊരു ആശ്വാസത്തിലായിരുന്നു. ഇപ്പം അതേ ഭാര്യ പറയുന്നു കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന്. അതിനുവേണ്ടി അവള് എന്ത് അക്രമം നടത്തുമെന്ന്. ഇപ്പോഴെങ്കിലും ഞാൻ വാതുറന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇക്കാര്യത്തിന് വേണ്ടി ദത്തൻ എന്ത് സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. എന്റെ തീരുമാനം ഉറച്ചതാ. അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഞാൻ മാറുന്ന പ്രശ്നമില്ല. അറിഞ്ഞോ അറിയാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്റെ ഭാര്യ ചെയ്ത വലിയൊരു തെറ്റിന്റെ പേരില് ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാൻ പോലും ഒരുക്കുക. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ചേച്ചിയോട് കടപ്പെട്ടിരിക്കും. രണ്ട് സിവിൽ സർവീസുകാര് പരസ്പരം കാണിക്കുന്ന വർഗബോധമാണെന്നോ അതല്ല ഒരു കൂടപ്പുറപ്പിനോട് കാണിക്കുന്ന ഔദാര്യമാണെന്നോ എങ്ങനെ വേണമെങ്കിലും ചേച്ചിക്ക് കൺസിഡർ ചെയ്യാം. ഒരു അല്പം ദയ കാണിച്ചൂടെ? ഇക്കാര്യത്തിൽ മാത്രം ഒരു തരത്തിലും ദത്തനോട് ദയ കാണിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ദത്ത, ഇതെന്റെ മകളുടെ ജീവിതമാണ്. ഇനി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഈ കുഞ്ഞ് എന്റെ മകളുടെ കുഞ്ഞാകുമ്പോ. ചേച്ചി എന്താ പറഞ്ഞു? ഇതുവരെ മറ്റാരും അറിയാത്തൊരു സത്യം. അത് സത്യമായാലും കള്ളമായാലും എന്റെ മകൾ അങ്ങനെ വിശ്വസിക്കുന്നു. അവള് വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇത് ജയിക്കാൻ വേണ്ടി ചേച്ചി ഒരു വാദം പറയുന്നല്ലേ? അപ്പോ ഞാൻ ജയിച്ചു എന്ന് ദത്തന് സമ്മതിച്ചു അല്ലേ? ചേച്ചി, ദയവ് ഇതിങ്ങനൊരു ഘട്ടത്തിൽ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു പോയ ആ കൈപ്പിടി നിർത്താൻ ഞാൻ എന്തിനു ഒരുക്കമാണെന്ന്. ദത്ത, സത്യമായും എനിക്ക് തന്നോടോ തന്റെ ഭാര്യയോടോ യാതൊരു വിരോധവും ഇല്ല. കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്ന കാര്യം ഒഴിച്ച് ബാക്കി എന്തിനും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോ അത് മാത്രമാണല്ലോ നമുക്കിടയിലുള്ള പ്രശ്നം. ചേച്ചി ആലോചിക്കുന്നത് ചേച്ചിയുടെ മോളുടെ കാര്യം മാത്രമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ ഭാര്യയുടെ കാര്യമാണ്. ചേച്ചിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ആദിക്കറിയാം. അതെ, ആദിക്കെല്ലാം അറിയാം. അവൻ വാ തുറക്കാത്തത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. ചേച്ചി എന്തുദ്ദേശം ഇത് പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷെ എനിക്കും ആദിക്ക് മാത്രം അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ശരി. അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ദത്തൻ എന്നെ ഇങ്ങനൊരു കുരുക്കിൽ പെടുത്തുന്നതല്ലേ? മൊത്തത്തിൽ കുരുങ്ങി കിടക്കുന്ന ഞാൻ എങ്ങനെയാ ചേച്ചി കുരുക്കിൽപ്പെടുത്തുന്നേ? ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഒരു തരത്തിൽ സമനിലയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ആമി കടന്നു പോകുന്നത്. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവൾ ഒരുപാട് തവണ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ആ കുഞ്ഞ് നഷ്ടപ്പെട്ട പിന്നെ അവള് ഭൂമിയിൽ ജീവനോടുണ്ടാവില്ലെന്ന് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് ശരി. ഇങ്ങനെ കുഞ്ഞിനെ സ്നേഹിച്ചവളാണോ മുന്നും പിന്നും നോക്കാതെ അതിനെ ഞങ്ങൾക്ക് ദത്ത് തന്നത്? അതെ, ദത്ത് തരുമ്പോഴും അവള് പറഞ്ഞു അത് തന്നെയാ. കുഞ്ഞിനെ ദത്ത് നൽകാൻ പറ്റിയില്ലെങ്കിൽ അവള് ആത്മഹത്യ ചെയ്യുമെന്ന്. അല്ലാതെ കളക്ടർ മായാലക്ഷ്മിയുടെ ഭീഷണിക്ക് വഴങ്ങിയല്ല ഞാൻ ആ പൊട്ടത്തരത്തിന് കൂട്ടുനിന്നത്. ആ സമയത്ത് എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. അവിടെ കൊണ്ടെല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതേ അവളാ ഇപ്പൊ മറ്റൊരു ആത്മഹത്യ ഭീഷണി കൊണ്ട് വന്നിരിക്കുന്നത്. അഡോപ്ഷന്റെ എഗ്രിമെന്റുകൾ അവസാനിപ്പിച്ച് അവൾക്ക് അവളുടെ കുഞ്ഞിനെ തിരികെ നൽകിയില്ലെങ്കിൽ അവള് ആത്മഹത്യ ചെയ്യുന്നു. അതുകൊള്ളാലോ. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ സത്യം. അവളുടെ ഭ്രാന്തിനൊപ്പം തുള്ളിക്കളിക്കണം ബാക്കിയുള്ളവര്. ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷേ അതെന്റെ മകളുടെ ജീവിതം വെച്ചുള്ള കളിയാകരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ എന്റെ മകളുടെ ജീവിതവും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ആയിക്കോട്ടെ, ആരെയും ഒന്നും ബാധിക്കണ്ട. ഇതിന്റെ പേരില് എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തോട്ടെ. പിടിവാശി വിട്ട് ഒരല്പം കരുണയോടെ ആലോചിച്ചാ ചേച്ചിക്ക് വേണമെങ്കിൽ കുഞ്ഞിന്റെ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ എന്റെ ഭാര്യ എനിക്ക് വരുത്തി വെച്ച ദുരന്തങ്ങള്. അതിനോളം വരില്ലല്ലോ ഇതൊന്നും. കുഞ്ഞിനെ നിങ്ങൾക്ക് ദത്ത് തന്നപ്പോ അവൾ എസ് ഐ സുജാത എനിക്ക് കെട്ടിച്ചു തന്നു. എന്റെ ഭാര്യ താലിയെടുത്ത് നൽകി
കൈഞ്ഞരമ്പിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ വിവാഹം നടത്തിയെന്ന്. ഛേ, അതിനോളം വരില്ലല്ലോ ഏതായാലും ഇതൊന്നും. എന്നിട്ടിപ്പോ എന്നിട്ടിപ്പോ എന്താ, 2 പെണ്ണുങ്ങളെ താലി കെട്ടിയ പുരുഷനാണ് ഞാനിപ്പോ. ഛേ, പിന്നെ സുജാത മര്യാദക്കാരി ആയതുകൊണ്ട് കെട്ടിയ താലി അപ്പൊ തന്നെ തിരിച്ചു തന്നു. ആ മര്യാദയാ ചേച്ചി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചേച്ചി ഒറ്റയടിക്ക് ഒരു മറുപടി പറയണ്ട, നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. തീരുമാനം എന്തായാലും അതെന്റെ കുടുംബം തകരുന്നതായിരിക്കരുത്. പ്രായശ്ചിത്തമോ പ്രതിഫലമോ എന്തോ ആവാം. ഉപേക്ഷ മാത്രം പറയരുത് പ്ലീസ്. അഴിക്കാൻ പറഞ്ഞ അഴിക്കണം. ബുദ്ധിമുട്ടാണ്. തടി എന്തോന്ന്? നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. ഓ, അതായിരുന്നോ? നീ എന്താ വിചാരിച്ച? അല്ല, പെട്ടെന്നൊക്കെ ഊരി തരാൻ പറഞ്ഞപ്പോ. അളിക്കാത്ത താലി എടുക്കടി. ഏത് താലിയാ വേണ്ടത്? നിന്റെ കയ്യിൽ എത്ര താലിയുണ്ട്? അഭ്യാസം ഇറക്കലുണ്ടല്ലോ, കേട്ടിക്കളഞ്ഞാൻ. എന്റെ ഭർത്താവ് ദത്തേട്ടൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയാ ഞാൻ ചോദിച്ചത്. അതെങ്ങനെ നിങ്ങളുടെ ഭർത്താവും? താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ അത് എന്റെ ഭർത്താവല്ലേ? തുറക്കത്തിനും പറയുന്നോടി, ഈ താലി കെട്ടിച്ചു തന്നത് ഞാനല്ലേടി. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ അതിന് ഇത്രയും ബലവും. അങ്ങനെ നീ ഇപ്പൊ ബലപ്പിക്കണ്ട. മര്യാദയ്ക്ക് ആ താലി അഴിച്ചാടി. അഴിച്ചു തരാൻ അതെന്റെ കഴുത്തിലൊന്നും ഇല്ലല്ലോ ചേച്ചി. നീ എന്താ അടുത്ത് വിറ്റോ? ഞാനത് വിറ്റിട്ടും ചുട്ടിട്ടും ഒന്നുമില്ല. പിന്നെ അതിവിടെ എവിടെയെങ്കിലും കാണും. എന്ന് നോക്കിയെടുത്ത് താടി. എന്താ പറഞ്ഞത് കേട്ടില്ലേ? കത്തി മാറ്റ്. താലി എടുത്തു തരാൻ. അല്ല, ചേച്ചിക്ക് എന്താ പെട്ടെന്നൊരു മനം മാറ്റം? അയ്യോ, എന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. എന്നോടല്ലാതെ വേറെ ആരോടോ പറയണ്ട. ഞാനല്ല ഈ കഥയിലെ ബലിയാട്. ചുമ്മാ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി ഊണില്ലാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നീ അതിൽ കുറച്ചുണ്ടാ മതി. മര്യാദക്ക് താലി എടുത്താടി. ഞാനൊന്ന് നോക്കട്ടെ, അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവുമെന്നോ? അപ്പൊ ഒരു താലിയോട് നിനക്ക് അത്ര ഉത്തരവാദിത്തമേ ഉള്ളൂ അല്ലേ? ഈ കണക്കിന് ശരിക്കും എന്റെ ഭർത്താവിനെ ഞാൻ നിനക്ക് തന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ആ മനുഷ്യന്റെ ഗതി? അപ്പൊ ശരിക്കും തന്നതല്ലേ? ഒന്നോടെ എങ്ങനെ ഞാൻ നടക്കടി. നടക്ക്. ഇവിടെ അടി. അവിടെ വരെ നോക്ക്. എവിടെയാന്ന് വെച്ചാ എടുത്തതാ. ഞാനത് എവിടെയാ വെച്ചത്? അത് എന്നോടാണോ ചോദിക്കുന്നത്? തപ്പടി. കിട്ടിപ്പോയി. ഇങ്ങോട്ട് താടി. ഇവിടെ കഴിഞ്ഞുവല്ല.